സംഗീതം. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സഞ്ജയ്. ഹായ് സഞ്ജയ്. സഞ്ജയനെ കാണുമ്പോഴേ എനിക്ക് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ടാണ് ഓർമ്മ വരുന്നത്. അത് കാരണം സഞ്ജയ് അതല്ലേ ഫസ്റ്റ് റൗണ്ടിൽ പാടിയത്. ആൻഡ് നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ഇത്തവണ ഇതാ ലവ് സോങ് റൗണ്ട് തന്നെയാണ്. അപ്പൊ ഏത് പാട്ടാ സെലക്ട് ചെയ്തേക്കണേ സഞ്ജയ്? പഴയ ഒരു ഓൾഡ് സോങ് ആണ്, ഒരു പുഷ്പം മാത്രമേ. It's a beautiful love song. A loud round of applause for that beautiful song. നല്ലൊരു പാട്ടാണ്. ആൻഡ് പഴയ പാട്ടിന്റെ മാജിക് അതാണ്. സഞ്ജയ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആൻഡ് സ്റ്റിൽ യു ഹാവ് ചോസൻ ദാറ്റ് സോങ് അല്ലേ? അതാണ് അതിന്റെ മാജിക്. ആൻഡ് പഴയ പാട്ടിലൂടെ ഇഷ്ടമാണോ സഞ്ജയ്? വളരെ ഇഷ്ടമാണ്. ഓക്കെ സഞ്ജയ്, സോ ഈ പാട്ട് നന്നായി പാടൂ. പഴയ പാട്ടാണ്, എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ പാട്ടാണ്. സോ സിംഗ് വെൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമൊന്നു ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ എത്തുമ്പോൾ ചൂടിക്കുവാൻ. എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, എവർഗ്രീൻ. എത്ര പ്രാവശ്യം കേട്ടാലും നമ്മൾക്ക് മതിയാവില്ല. അത്രയും മനോഹരമായ ഒരു കോമ്പോസിഷൻ. താങ്ക്സ് ഫോർ ചൂസിങ് ഇറ്റ് ആൻഡ് singing it here. I liked your performance. Really very good. Especially you sang it very well and words വളരെ clear ഉണ്ടായിരുന്നു. This is for, as far as I am concerned, ഞാൻ അന്ധകാലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിന് എനിക്ക് രണ്ട് സംഗതിയാണ് എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. ഒന്ന്, ഈ ഡബിളിങ് വായിക്കുന്ന ഒരു സിനിമാ പാട്ടിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഈ പാട്ടിൽ